ഈ ഇത്രയും അപകടം നടന്നല്ലോ. നമ്മുടെ MLA, ഞങ്ങളുടെ MLA PS സുബാലൻ എന്ന് പറഞ്ഞത് ഞാൻ വോട്ട് ചെയ്തൊരു പൗരനാ. ഇന്ന് വരെ ഇത്രയും അപകടം നിന്നു. PS സുബാലൻ ഇടപെട്ടിട്ടില്ലല്ലോ. ആരോട് ഇടപെട്ടു? ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ, ഞാൻ പറഞ്ഞു ഇത്രയും നാളാണെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഇടപെട്ടുണ്ടോ? അഞ്ചൽ മണ്ഡലങ്ങൾ ഇവിടെ ആരുമില്ല. ഇവിടെ MLA പറഞ്ഞു, ഇവിടെ ആരെ ഇടപെട്ടിട്ടുള്ളത്? ഇത്രയും അപകടം ഇവിടെ നിന്നു. ഇവിടുന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അതല്ല, ഭരണതലത്തിൽ നിന്ന് ഇന്ന് വരെ ഒരു വ്യക്തി ഈ മേഖല സന്ദർശിക്കാൻ വന്നിട്ടില്ല. നമസ്കാരം. ജില്ലാ വിഷന്റെ പ്രേക്ഷകർക്ക് ജില്ലാ വിഷനിലേക്ക് സ്വാഗതം. അല്പം മുമ്പിട്ട് കുരുവിക്കോണം ജംഗ്ഷന് തൊട്ടു താഴെയായിട്ടുള്ള വളവിൽ ഒരു പിക്കപ്പ് നിയന്ത്രണം വിട്ട് താഴെ വയലിലേക്ക് പോയിരിക്കുന്നു. ഇവിടെ നിരന്തരം അപകടം നടക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ബാരിക്കേഡുകൾ അടക്കം നിരവധി വാഹന അപകടങ്ങൾ എല്ലാം തകർന്ന പോയിരിക്കുന്നു. ഇതൊന്നും പുനഃസ്ഥാപിക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഒരു ബൈക്കിൽ വന്ന കുട്ടികൾ ഈ വളവിൽ വെച്ചിട്ട് ഈ പിക്കപ്പിനെ മറികടക്കാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോഴാണ് ഈ പിക്കപ്പിന്റെ നിയന്ത്രണം വിട്ടുപോയത്. അതോടുകൂടിയാണ് പിക്കപ്പ് നേരെ ഈ വയലിലേക്ക് പോയത്. എന്നാലും അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകളൊന്നുമില്ല. പിക്കപ്പിന്റെ ഡ്രൈവറെ നിലവിൽ അഞ്ചലിലെ ഒരു സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ റിക്കവറി വാഹനം അടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ വാഹനം ഈ കുഴിയിൽ നിന്നും പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ഇവിടെ നിരന്തരം അപകടം നടക്കുന്ന ഒരു മേഖലയാണ്. മാസങ്ങൾക്ക് മുമ്പിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ഒരു കാറ് ഇതേപോലെ തന്നെ ഈ വയലിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ പിക്കപ്പ് ഇപ്പോൾ ഉടൻ തന്നെ ഇവിടെ നിന്നും എടുക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഈ നിൽക്കുന്ന അടയ്ക്കാമരം, ആ കാട്, കുരിക്കോണത്തു നിന്ന് ഇറങ്ങി വരുന്ന വണ്ടി ഈ കാട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഈ റോഡിന്റെ അവസ്ഥ ആ അടയ്ക്കാമരത്തിനോട് ചെല്ലുമ്പോ എങ്ങോട്ടാന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? നിങ്ങൾ നോക്ക്, ഇതെങ്ങനാ പോകുന്നത് ഈ റോഡ്? ആ ബെൻഡിൽ ചെല്ലുമ്പോ ഈ റോഡ് എങ്ങോട്ട് പോകുന്നു, ഏത് വഴിക്ക് പോകുന്നു, ഇത് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? നിങ്ങൾ ചാനലുകാരിലല്ലേ, ഇത് വൃത്തിയാക്കണ്ടേ? വൃത്തിയാക്കണോ? അപ്പൊ ഇങ്ങനെയുള്ള അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ഇതുപോലുള്ള പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് ഈ അപകടം നിരന്തരം ആഴ്ചയിൽ 2-3 എണ്ണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം. പക്ഷെ ഇന്ന് ഈ കാലം വരെ ഇതാണ്ട് ഇപ്പോഴും ഒരു മീൻ വണ്ടിയല്ലേ പറഞ്ഞു കിടന്നത്. ഈ മീൻ കച്ചവടക്കാരാരാ? അവരഴുകാച്ചരക്ക് വിൽക്കുന്നവരാ. ഇത് സെക്കൻഡ് സമയം കൊണ്ട് എത്തിച്ചില്ലെങ്കിൽ കമ്പോളത്തിൽ ഈ മീൻ വിറ്റുമാറാൻ പറ്റുമോ? വിറ്റുമാറാൻ പറ്റുമോ? ഇത് മണിക്കൂർ കഴിയുമ്പോൾ ഇത് വളവായിട്ട് മാറത്തില്ലേ? അവന്റെ ജീവിതം എവിടെ എത്തി? അപ്പൊ ഇതിന് ഇന്ന് ഈ സമയം വരെ ഒരു ജനപ്രതിനിധികളോ മറ്റൊരു വ്യക്തിയോ ഇതൊന്നും കാണാനോ ഇടപെടാനോ തയ്യാറായിട്ടില്ല. ഒരു മീൻ വണ്ടി വന്ന് മറിഞ്ഞാണ്ട് ബോർഡും പോയി. 2 ലക്ഷം രൂപ ഒരു നഷ്ടപരിഹാരം ചോദിച്ചിട്ട് ഇതുവരെ കൊടുത്തിട്ടുമില്ല. ഇത് അഞ്ചാമത്തെ വണ്ടിയാണ് ഇവിടെ മറിയും. 5ാമത്തെ വണ്ടി. ബാരിക്കേഡ് വെച്ച് കഴിഞ്ഞാലേ ഇതിപ്പം 3-4 വണ്ടി 5ാമത്തെ വണ്ടിക്കാരായപ്പോഴത്തെ പറഞ്ഞ ഈ വണ്ടി മാത്രമേ ഉള്ളൂ ബാരിക്കേഡ് എടുക്കാൻ. ബാക്കി എല്ലാ വണ്ടിക്കാരും ബാരിക്കേഡ് എടുത്തുകൊണ്ട് പോയി. 5 വണ്ടിയായി. ആ തെങ്ങോട് എന്നതിന്റെ പേര് അത്ഭുതകരമായിട്ട് ഒരു കൊച്ചിനെ മാത്രം കൈ ഒടിഞ്ഞു, ബാക്കിയെല്ലാം രക്ഷപ്പെട്ടു. താഴെ വീണില്ല വണ്ടി. ഇച്ചിരി ഇങ്ങോട്ട് മാറി വീണെങ്കിൽ പഴയ ആംഗ്ലർ ബോർഡ് ഇടിച്ച് ഒരു മീൻ വണ്ടി വന്ന് വീണതാ. അതെന്ന് പറഞ്ഞാൽ ഇല്ല ബ്രീസർ വണ്ടി വന്ന് വീണ എല്ലാം ഒടിച്ച് പറക്കി അവർ വെളുപ്പിനെ വണ്ടി എടുത്തുകൊണ്ട് പോയി. അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ പൈസ കൊടുത്തിട്ടില്ല.